ഗൈസ്, അപ്പം ഇന്ന് നമ്മുടെ വീട്ടിലൊരു സ്പെഷ്യൽ സാധനമുണ്ട് ഗൈസ്. കാണിച്ചുതരാം എന്താണ് സ്പെഷ്യൽ എന്നുള്ളത്. ഞാൻ കാണിച്ചുതരാം ഗൈസ്. ഇന്ന് ഇതാ ഇപ്പോൾ ഏകദേശം ഉച്ചമുക്കാലൊക്കെ ആയിട്ടുണ്ട്. ഇന്ന് ഫുഡ് എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ഇന്ന് സ്പെഷ്യൽ എന്ന് പറഞ്ഞ സാധനം. എന്താണെന്ന് വെച്ചാൽ ചക്കയാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കയുണ്ട് എന്തുണ്ടാക്കിയാലും ഞാൻ കഴിക്കും. അപ്പോൾ അതാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കട്ടെ. നിങ്ങളുടെ വീട്ടിൽ എന്താണ് ചക്കയൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ ഗൈസ്. അപ്പോൾ മഴക്കാലമൊക്കെ ആയിട്ട് ചക്കയൊക്കെ കഴിയാനായിട്ടുണ്ട്. ഇനി അടുത്ത വർഷം വരെ കാത്തിരിക്കണ്ടേ. അപ്പോൾ എന്തായാലും നമുക്കിന്ന് കഴിക്കാം കേട്ടോ. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്താ? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? എന്താണ് പരിപാടി? മഴയൊക്കെ ഉണ്ടോ നാട്ടിൽ? എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇന്ന് നമുക്ക് വേറെ പരിപാടിയും കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ വീട്ടിലൊരു പാത്രം ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ അതിൽ കുറച്ച് മീനിനെ കൊടുന്നിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മീൻ മേടിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. വളർത്തുന്ന മീനാണ്, ഗപ്പി ഉണ്ടല്ലോ, അതാണ് മേടിക്കുന്നത്. അപ്പോൾ കടയിൽ വന്നപ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫിഷും അതുപോലെ വേറെ എന്താ കോഴി, താറാവ്, പിന്നെ അങ്ങനെ പല പല സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ബേഡ്സൊക്കെ ഉണ്ട് കേട്ടോ, ലവ് ബേഡ്സും ഒക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ ഫിഷിനെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് വീട്ടിൽ കൊണ്ടുപോയിട്ട് പാത്രത്തിലിടാം. നമ്മൾ മേടിച്ചിട്ടുള്ളത് ഒരു വയലറ്റ് കളറിലും ബ്ലാക്ക് കളറിലുള്ള ഗപ്പിയാണ് കേട്ടോ. 2 പെയറാണുള്ളത്. അപ്പോൾ ഇനി നമുക്ക് പാത്രത്തേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഇത് ശ്വാസം മുട്ടി ചാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ കണ്ടോ ഒരു പായലൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ അവർ. അത് ഞാൻ ചോദിച്ച് മേടിച്ചതാണ്. നല്ല ഭംഗിയാണ്. അതിങ്ങനെ പാത്രത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പാറി കിടക്കണ ഒരു പായലാണത്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ള ഒരു പാത്രം എന്ന് പറയുന്നത്. ഞാൻ കുറച്ച് മണ്ണും അതുപോലെ തന്നെ ഒരു താമരേൻ്റെ വിത്തൊക്കെ അതിലിട്ടിട്ടുണ്ട്. താമര ഇനി ഭാവിയിൽ ഉണ്ടാവുമെന്ന് അറിയില്ല. ചെറുതായിട്ട് ഇങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഏകദേശം വൈകുന്നേരം ആയപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു ചായ കുടിക്കാം മലപ്പുറത്ത് പോയിട്ടെന്ന് വിചാരിച്ചു. കാവുങ്ങൽ ബൈപ്പാസിൽ ഉഡ്ബൈൻ്റെ അല്ലേ? ദിസ് ഈസ് ഹോർലിക്സ്. ഇവിടെ എത്തിയപ്പോൾ ചായയൊക്കെ മാറി ഹോർലിക്സും ബൂസ്റ്റാട്ടോ കഴിച്ചത്. അപ്പോൾ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ ചായയൊക്കെ കുടിക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. കാവുങ്ങൽ ബൈപ്പാസിലാണ് ഇത് വരുന്നത്. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് ഹോർലിക്സൊക്കെ കുടിച്ച് ഇനി നേരെ വീട്ടിൽ പോവാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ബൈ ബൈ.